ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. ആക്ച്വലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നൊരു കുട്ടിയുടെ കമൻറ്റ് കണ്ട് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു, ഇതവിടെ ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻ്റ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഓക്സിംസിനെ കുറിച്ചൊന്ന് അറിയണം. ഓക്സിൻ, കാർബണൈൽ കോമ്പൗണ്ട് സി ഡബിൾ ബോണ്ടോ വെൻ കണ്ടൻസസ് വിത്ത് ഹൈഡ്രോക്സിലമീൻ NH2OH. ഇവിടെ H2O എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സി ഡബിൾ ബോണ്ട് NOH ആയിരിക്കും. ഇതിനെ നമ്മൾ ഓക്സിം എന്നാണ് പറയുക. ഇത് ആൽഡിഹൈഡാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആൽഡോക്സിം എന്ന് പറയും. കീറ്റോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കീറ്റോക്സിം എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കീറ്റോക്സിം എടുത്തു കഴിഞ്ഞാൽ കാർബണിൽ 2 ആൽക്കൈൽ റാഡിക്കൽ കാണും. നമ്മൾ R എന്ന് വിളിക്കുന്നു. സി ഡബിൾ ബോണ്ട് NOH. ഇതാണ് കീറ്റോക്സിമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ കാർബൺ നൈട്രജൻ ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെയിം സൈഡിലാണ് Rഉം OHഉം ഉള്ളത്. R' ആണെങ്കിൽ ഈ OHന് ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും, ഇത് R' ഈസ് ആൻറ്റി ടു OH. OH ഗ്രൂപ്പിൻ്റെ ട്രാൻസ് പൊസിഷന് അല്ലെങ്കിൽ ആൻറ്റി പൊസിഷനിലാണ് R'. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ നിന്നാണ് നമുക്ക് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കേണ്ടത്. നോക്കാം. കീറ്റോക്സിംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കീറ്റോക്സിംസ് സ്ട്രോങ് ആസിഡ് H+ ഡോണേഴ്സിൻ്റെ പ്രസൻസിൽ, H2SO4ൻ്റെ പ്രസൻസിൽ, മറ്റ് ചില ലൂയിസ് ആസിഡുകളുടെ സാന്നിധ്യത്തിലും, അത് SO3 ആകാം, PCl5 ആകാം, BF3 ആകാം, ഇതിലേതെങ്കിലും ഒന്ന്. നമുക്ക് ആസിഡാണ്, H+ ആണ് അവിടെ ആവശ്യം. അപ്പോൾ ആസിഡ് കീറ്റോക്സിമിനെ കാറ്റലൈസ് ചെയ്തിട്ട് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡായിട്ട് മാറും. കീറ്റോക്സിമിൽ ഒരു നൈട്രജൻ ഉണ്ട്, ആ നൈട്രജനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണ്. അമൈഡാണ് റിസൾട്ടിങ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. R C ഡബിൾ ബോണ്ട് NOH. ഡിസ്കസ് ചെയ്തതുപോലെ ഈ OHൻ്റെ ആൻറ്റി പൊസിഷനിലുള്ളത് ഈ R' ആണ്. ഈ R' ആസിഡിൻ്റെ പ്രസൻസിൽ മൈഗ്രേറ്റ് ചെയ്ത് നൈട്രജനിലേക്ക് വരികയാണ്. അപ്പം R' ഇപ്പം നൈട്രജനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? കാർബണിന് ഈ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ഡിസപ്പിയർ ചെയ്തിട്ട് കാർബൺ ഈ ഓക്സിജനുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ നൈട്രജൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് RC ഡബിൾ ബോണ്ടോ NH2, അതായത് അമൈഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവാണ്. ദാറ്റ് ഈസ് N ആൽക്കൈൽ അമൈഡ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. കീറ്റോക്സിംസ് ഗീവ് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്. ഇനി ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. C6H5CH3. These are the two radicals attached to the carbon. Then OH is here. OHൻ്റെ ആൻറ്റി പൊസിഷനിലുള്ളത് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് CH3 ആണ്. അപ്പോൾ CH3 നൈട്രജൻ്റെ അടുത്തേക്ക് വരികയും കാർബണിൽ ഡബിൾ ബോണ്ട് തിരിച്ചു വരികയും ഹൈഡ്രജൻ വീണ്ടും നൈട്രജനിലേക്ക് വരികയും ചെയ്തുകൊണ്ട് C6H5 C ഡബിൾ ബോണ്ടോ NHCH3. ഇതെന്ന് പറയുന്നത് C6H5CONH2 ആണെങ്കിൽ ദാറ്റ് ഈസ് ബെൻസമൈഡ്. നൈട്രജനിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് CH3 വന്നാൽ അത് N-മീഥൈൽ ബെൻസമൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ്. ഒരു കീറ്റോക്സിം N സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡിനെ തരുന്നു. ഇനി നമുക്ക് അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. R C ഡബിൾ ബോണ്ട് NOH. അപ്പോൾ ഇവിടെ നമ്മൾ OHനെ ആൻറ്റി പൊസിഷനിൽ കാണിക്കുന്നത് ഈ R ഗ്രൂപ്പാണ്, അല്ലേ? സോ ഈ R ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷനാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. H+ മീഡിയം. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ H+ വന്നിട്ട് ഇവിടെ ഓക്സിജന് ലോൺ പെയർ ഉണ്ടല്ലോ. H+ വന്നിട്ട് ഈ ഓക്സിജൻ്റെ ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു OH2 ഫോം ചെയ്യും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് OH2. അപ്പം ഇവിടെ ഓക്സിജൻ്റെ ലോൺ പെയർ ഈ ഹൈഡ്രജന് കൊടുത്തതുകൊണ്ട് ഹൈഡ്രജൻ്റെ പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് വന്നു. അതുകൊണ്ട് OH2+ ആണ്. ഇത് തികച്ചും അൺസ്റ്റേബിളാണ്. ഈ OH2 ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്ലസ് ചാർജ് മാറണമെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോണും എടുത്ത് അതിൻ്റെ ബോണ്ടിങ് ഇലക്ട്രോണും നൈട്രജൻ്റെ ഒരു ഇലക്ട്രോണും കൂടെ എടുത്തുകൊണ്ട് 2 ഇലക്ട്രോണുമായിട്ട് OH2 ഇവിടുന്ന് പോകും. ഈ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഓക്സിജൻ്റെയാണ്, ഒരെണ്ണം നൈട്രജൻ്റെയാണ്, അല്ലേ?
അപ്പം ഓക്സിജൻ്റെ ഇലക്ട്രോൺ അവിടെ ഇരിക്കുകയും ഓക്സിജൻ വന്നിട്ടുള്ള പോസിറ്റീവ് ചാർജ് മാറ്റാനായിട്ട് ഈ ഇലക്ട്രോണും എടുക്കും. അപ്പോൾ അത് ന്യൂട്രൽ വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ -H2O പുറത്ത് പോകുമ്പോൾ ഈ നൈട്രജൻ പോസിറ്റീവ് ആവും. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ല. ഇത് ഡിറ്റാച്ച് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ആൽക്കൈൽ റാഡിക്കൽ അതിൻ്റെ ഇലക്ട്രോൺ പെയറുമായിട്ടാണ് ഈ നൈട്രജൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പം R' മാത്രം അവിടെയായി. കാർബണിന് ഈ ഇലക്ട്രോണും കൂടെ നഷ്ടപ്പെട്ടുകൊണ്ട് കാർബൺ +ആയി. പിന്നെ 6 വിത്ത് ഇലക്ട്രോൺ നൈട്രജനിൽ വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് നൈട്രജൻ ഈ OH2 കൊടുത്ത ഇലക്ട്രോൺ ഈ 6 കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ R' ഡബിൾ ബോണ്ട് NR ആറാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു കാർബോണിയം അയോൺ ഇവിടെ ഫോം ചെയ്യാണ്. ഇപ്പം വാട്ടറിൻ്റെ ഒരു സഹാനുഭൂതി നോക്കണേ. OH2 വാട്ടർ ആണല്ലോ, ഇങ്ങനെ പോയതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ പോസിറ്റീവ് വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ വാട്ടർ മോളിക്യൂള് തിരിച്ച് ഈ കാർബണിലേക്ക് തന്നെ വന്ന് ആഡ് ചെയ്യുകയാണ്. ഈ ഓക്സിജൻ്റെ ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് കാർബണിന് ആ ഇലക്ട്രോൺ കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് ഓക്സിജൻ ക്യാരി ചെയ്തുകൊണ്ട് വീണ്ടും ഒരു OH2 ഗ്രൂപ്പാണ് അവിടെ ആഡ് ചെയ്യുന്നത്. അതോടുകൂടി കാർബണിൻ്റെ ബാലൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി OH2 വീണ്ടും പ്ലസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ആസ് യൂഷ്വൽ നമ്മുടെ ഹൈഡ്രജൻ H+ ആയിട്ട് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈഡ്രജൻ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യുകയാണ്. അപ്പം H+ ആയിട്ട് അവിടെ നിന്ന് മാറി. അപ്പോൾ അവിടെ OH ആയി അല്ലേ. അപ്പം R'(COH) ഡബിൾ ബോണ്ട് അവിടെയുണ്ട് NR ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് കാർബണൈലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ H+ ആയിട്ട് നൈട്രജൻ്റെ അടുത്തേക്ക് വരിക. H+ ആയിട്ട് വരുമ്പോൾ ആ നൈട്രജനെ ബൈൻഡ് ചെയ്യണമെങ്കിൽ നൈട്രജൻ ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ഇലക്ട്രോൺ കൊടുക്കണം. മാത്രമല്ല കാർബണിനേക്കാളും ഇലക്ട്രോൺ നെഗറ്റീവാണ് നൈട്രജൻ. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ പെയർ നൈട്രജൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് H+നെ ഹോൾഡ് ചെയ്യും. അപ്പം ഹൈഡ്രജൻ ഇവിടെ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ഉപയോഗിച്ച് ഈ കാർബൺ പ്ലസ് ആയിരിക്കും, ഇത് മൈനസും ആവും. അപ്പോൾ ഈ കാർബണും ഓക്സിജനും കൂടെ ഡബിൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ യു ഗെറ്റ് R'(C) ഡബിൾ ബോണ്ട് NHR. ദിസ് ഈസ് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ അമൈഡ്. ഇവിടെ ഏതൊക്കെ റാഡിക്കലാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പേരും കൊടുക്കാം. ഇവിടെ C6H5 ആണെങ്കിൽ അത് ബെൻസമൈഡ് ആയിരിക്കും. ഇത് CH3 ആണെങ്കിൽ ഇത് N-methyl ബെൻസമൈഡ് ആയിരിക്കും. ആസ് യു ഹാവ് സീൻ ഇൻ ദ എക്സാമ്പിൾ N-methyl ബെൻസമൈഡ്. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.